പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണം എന്ന യാഥാർത്ഥ്യം എന്ന വിഷയത്തെപ്പറ്റി അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഈ ഭൂലോകത്ത് ജനിച്ച ഏതൊരാളും മരിക്കും. മരണത്തെ നിഷേധിക്കുന്നവരായി ആരും തന്നെ ഇല്ല. മരണം എന്നത് എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ സംഭവിക്കുമെന്നത് ഒരാൾക്കും അറിയുകയില്ല. എല്ലാം പടച്ച റബ്ബ് നിർണയിച്ചതു പ്രകാരം നടക്കും. അതിൽ ഒരു നീക്കുപോക്ക് പോലും നടത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. രാജാവും പ്രജയും, പണക്കാരനും പണിക്കാരനും, പാവപ്പെട്ടവനും പണ്ഡിതനും പാമരനുമെല്ലാം മരണത്തിന് മുന്നിൽ സമന്മാരാകുന്നു. പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലൂടെ 34-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാൾക്കും അറിയുകയില്ല. താൻ എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നും ഒരാൾക്കും അറിയുകയില്ല. എത്രത്തോളം വാസ്തവമാണ് ഈ വചനങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ ദിവസം മദീനയിൽ നടന്ന ബസ് അപകടം നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണല്ലോ. അതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടവും, അതിലും നമുക്കേറെ പാഠങ്ങളുണ്ട്. പറന്നുയർന്ന തൊട്ടടുത്ത നിമിഷം തന്നെ തകർന്നു വീഴുകയും കത്തിച്ചാമ്പലാകുകയും ചെയ്തു. ഈ 2 അപകടങ്ങളിൽ മരണപ്പെട്ടവർക്കും തൊട്ടടുത്ത നിമിഷം മരണം നമ്മെ തേടിയെത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ആർക്കും ലഭിച്ചിരുന്നില്ല. അതെ, മനുഷ്യർ എത്ര നിസ്സാരമാണെന്നുള്ളത് ഈ വചനങ്ങളിൽ നിന്നും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ ഇഹലോകത്തിൽ നമുക്ക് ഒറ്റ ചാൻസേയുള്ളൂ. അത് സ്ഫടിക സമാനമാണ്. വീണുടഞ്ഞാൽ പൊട്ടിപ്പോവും. പിന്നെ അത് പഴയ പോലെ കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ ജീവിതം എന്നത് ഇന്നും നാളെയുമായി അങ്ങ് കഴിഞ്ഞു പോകും. നമുക്ക് പിന്നെ കൂട്ടിനുണ്ടാവുക, നമ്മുടെ താങ്ങും തണലുമായി നമ്മുടെ ഖബർ ജീവിതത്തിൽ കൂട്ടിനായിട്ടുണ്ടാവുക നമ്മുടെ സൽപ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും. അവിടെ വെളിച്ചമേകുന്ന പ്രകാശമായി, ഇരുട്ടിൽ നിന്നും വെളിച്ചമായി തീരുന്ന നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നാം ഇവിടെ നിന്നും സമ്പാദിക്കുക. ജനനവും മരണവും അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ നമ്മെ പരീക്ഷിക്കുവാനായിട്ടാണ്. അതിനാൽ നിഴൽ പോലെ പിന്തുടരുന്ന ഈ മരണത്തെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ സൽപ്രവർത്തനങ്ങളിൽ മുന്നേറുക. ഈ ഒരു അവസരത്തിൽ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ ഒരു സംഭവം കൂടി ഞാൻ ഓർത്തു പോകുകയാണ്. അന്നും പതിവ് പോലെ ക്ലാസ് എടുക്കാൻ എത്തിയ ഞങ്ങളുടെ പ്രിയ അധ്യാപകൻ ക്ലാസ് എടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയും ഹോസ്പിറ്റലിൽ എത്തിപ്പിക്കുകയും ചെയ്തു. പക്ഷേ തൊട്ടടുത്ത നിമിഷം ആ അധ്യാപകൻ്റെ മരണവാർത്തയാണ് ഞങ്ങളെ തേടിയെത്തിയത്. അതെ, അന്നും സ്കൂളിലേക്കെന്നും പറഞ്ഞ് പുറപ്പെട്ട അധ്യാപകൻ പിന്നീട് വീട്ടിലേക്ക് അധ്യാപകൻ്റെ മയ്യത്താണ് കയറി ചെല്ലുന്നത്. എത്രത്തോളം നിസാരമാണ് മനുഷ്യരല്ലേ. തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് യാതൊരു അറിവും നമ്മുടെ അടുക്കലില്ല. അതെ, വിളിക്കപ്പെടാത്ത ഒരു അതിഥിയായി മരണം ഒരു നാൾ നമ്മെ തേടിയെത്തും. അതിനാൽ സോഷ്യൽ മീഡിയയിലും മറ്റു വിനോദങ്ങളിലും ഈ വിലപ്പെട്ട സമയം നാം ചിലവഴിക്കാതെ നമ്മുടെ പരലോക ജീവിതത്തിലേക്കായിട്ടുള്ള സൽക്കർമ്മങ്ങളിൽ നാം മുന്നേറുക. അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ എല്ലാം അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.